നമുക്ക് ആഘോഷിക്കണമല്ലോ. കേരളത്തിലും വേണ്ടേ, തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ ആഘോഷം. അങ്ങ് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ അതിൻ്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും ഉണ്ടായി. ഇവിടെ ആഘോഷം വെടിക്കെട്ടിലും പാലഭിഷേകത്തിലും ഒന്നുമല്ല. ഒരു ആരാധകൻ വയറു നിറയെ ബിരിയാണി എന്ന സ്നേഹം വിളമ്പിയാണ് ആ മധുരം പങ്കുവയ്ക്കുന്നത്. എടപ്പള്ളി മരോട്ടിച്ചോട്ടിലെ 1983 ദം ബിരിയാണി, അവിടെയാണ് ഇന്ന് സൗജന്യമായിട്ട് ആദ്യം വരുന്ന 180 പേർക്ക് ബിരിയാണി വിളമ്പിയത്. ഹാരിസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭീമയും ചേർന്നാണ്. നമ്മൾ 10-20 വർഷമായിട്ട് വിജയനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ 10-50 പേരൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോയി കാണും, ആഘോഷമാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നടന്നപ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അങ്ങനെ എല്ലാവർക്കുമായിട്ട് പങ്കിടാമെന്നുള്ളൊരു ഇതാണ് വിചാരിച്ചത്. ഞാനും ഒരു വിജയ് ഫാനാണ്. അപ്പം നമുക്ക് ആഘോഷിക്കണമല്ലോ. കേരളത്തിലും വേണ്ടേ, തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ ആഘോഷം. ഇപ്പോൾ വിജയ് തന്നെ ഇപ്പോൾ അവിടെ ജയിച്ചത് തന്നെ 28 ദളിത് ആളുകളെ വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു മന്ത്രി, നേരത്തെ പണ്ടത്തെ മന്ത്രിനെ തോപ്പിച്ചത്. ഒരു ഇറച്ചി കടക്കാരൻ അവിടുത്തെ ഒരു എലൈറ്റ് ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിൽ വിജയിച്ചിട്ടുണ്ട്. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. തമിഴ്നാട് തമിഴ് എന്നുള്ള അവർക്ക് ഓൾറെഡി അത് ഉള്ളതാണ്. പക്ഷെ അത് ഒന്നും കൂടി നല്ല സ്ട്രോങ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷിക്കേണ്ടത്. ഇപ്പോൾ തമിഴന്മാർ പറയണവരെ ഇപ്പോൾ എല്ലാ ദിവസവും TV കാണാം. മറ്റേത് ഒരു വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ സിനിമയാണ്.